യുവാക്കൾ ഭൂരിപക്ഷവും എഞ്ചിനീയറിംഗ് മേഖലയാണ് തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ എല്ലാവർക്കും ജോലി കിട്ടുന്നുണ്ടോ? ഇന്ത്യയിലെ 15 ലക്ഷം വരുന്ന എഞ്ചിനീയറിംഗ് ബിരുദധാരികളിൽ ഈ വർഷം എത്ര പേർക്ക് ജോലി കിട്ടും? 10% മാത്രമെന്ന് പഠനം. ബിരുദം നേടിയവരിൽ പലർക്കും പ്രായോഗികമായ വൈദഗ്ധ്യമില്ല. തൊഴിലുടമ ആവശ്യപ്പെടുന്ന വിധത്തിൽ വ്യവസായ മേഖലയ്ക്കിണങ്ങുന്ന അറിവുമില്ല. ഇന്ത്യയുടെ സാമ്പത്തിക പുരോഗതിക്കും സാങ്കേതിക മികവിനും വലിയ വെല്ലുവിളിയാണ് ഇത് ഉയർത്തുന്നത്. രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തെയും പുരോഗതിയെയും രൂപപ്പെടുത്തുന്നത് എഞ്ചിനീയറിംഗ് മേഖല തന്നെയാണ്. 10 ലക്ഷം എഞ്ചിനീയർമാരെ ആവശ്യമായി വരും. പക്ഷേ നൂതന വൈദഗ്ധ്യം നേടിയ 10 ലക്ഷം എഞ്ചിനീയർമാരെ ഇന്ത്യയുടെ സാങ്കേതിക വിദ്യാ രംഗത്തിന് വേണ്ടിവരുമെന്നാണ് നാസ്കോം പഠനം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതിനൂതന ടെക്നോളജി, ഇലക്ട്രിക് വാഹനങ്ങൾ, സെമി കണ്ടക്ടറുകൾ തുടങ്ങിയ മേഖലകളിൽ 2-3 വർഷത്തിനകം കൂടുതൽ തൊഴിൽ സാധ്യതകളുണ്ട്. 2028 ആകുമ്പോഴേക്കും ഡിജിറ്റൽ പ്രതിഭാശേഷിയുടെ ആവശ്യവും ലഭ്യതയും തമ്മിലുള്ള അന്തരം 25-ൽ നിന്ന് 30% പതിവ് പഠനരീതികൾ പോരാത്ത സ്ഥിതി. സാങ്കേതിക വിദ്യാഭ്യാസവും വൊക്കേഷണൽ ട്രെയിനിങ്ങും സംയോജിപ്പിച്ചുള്ള നടപടികളാണ് ആവശ്യമെന്നും പഠനം ചൂണ്ടിക്കാണിക്കുന്നു.